ഇന്ന് നോക്കുന്നത് 10th മാത്സിലെ ജോമെട്രി ആൻഡ് ആൽജിബ്ര എന്ന ചാപ്റ്ററാണ്. അതിലെ പേജ് നമ്പർ 251 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2 - 1 3 2 5 2 5 തന്നിട്ടുണ്ട്. ഇത് യോജിപ്പിക്കുന്ന വരയുടെ സമവാക്യം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ ഇക്വേഷൻ ഓഫ് ലൈന് അല്ലെങ്കിൽ വരയുടെ സമവാക്യം കാണാൻ ആദ്യം സ്ലോപ്പ് കാണണം അല്ലേ. സ്ലോപ്പ് ഈസ് ഇക്വൽ ടു 5 - 3 ബൈ 2 x2 മൈനസ് എന്നുള്ള -1 പിന്നെ ഇതാ -1 ഉണ്ട് അല്ലേ. അപ്പോൾ x2 മൈനസ് x1 അപ്പോൾ മൈനസ് അതിലത്തെ പിന്നെ ഈ മൈനസ് ഈ 1 അങ്ങനെയാണെങ്കിൽ 2 മൈനസ് അടുപ്പിച്ച് വരികയാണെങ്കിൽ എന്താ ചെയ്യും? 5 - 3 2 2 മൈനസ് വന്നാൽ എന്ത് വരും? 2 + 3 അല്ലേ. 2 + 1 അല്ലേ. അപ്പോൾ 3 2/3. അപ്പോൾ സ്ലോപ്പ് ഈസ് ഇക്വൽ ടു 2/3 എന്ന് കിട്ടി. ഇനി ഏതെങ്കിലും ഒരു പോയിന്റ് ആദ്യത്തെ പോയിന്റ് എടുക്കുക. -1/3 പിന്നെ xy. ഇനി നമ്മൾ ഇതിൻ്റെ സ്ലോപ്പ് ഒന്ന് കാണാം. y2 മൈനസ് y1 അപ്പം y -3 ബൈ x മൈനസ് -1 y -3 x -+1. ഇനി സ്ലോപ്പിനെ എങ്ങനെ എഴുതി കൊടുക്കാം? 2/3. ഇനി നമ്മളിതിനെ ഒന്ന് ക്രോസ് ചെയ്യാം. ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം. അപ്പം എന്ത് വരും? y -3 ഇൻറ്റു 3 അല്ലേ. ഇൻറ്റു 3 ഈക്വൽ ടു x +1 ഇൻറ്റു 2. ഇനി ഇതിനെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യാം. 3 ഇൻറ്റു y 3y 3 ഇൻറ്റു 3 9 സമം x ഇൻറ്റു 2 2x പ്ലസ് 2 ഇൻറ്റു 1 2. ഇനി ഈ എക്സ് ആദ്യം എടുക്കും. 2x 2x പിന്നെ ഇത് ഇവിടെ സൈനൊന്നും മാറ്റിയിട്ടില്ല. അപ്പോൾ ഇതിനെ ഞങ്ങൾ സൈൻ മാറ്റിയെടുക്കുക. 3 - 3y പിന്നെ 2 അതുപോലെ തന്നെ +2. ഇവിടെ സൈൻ മാറ്റാത്തതുകൊണ്ട് ഇതിനെ മാറ്റാൻ പാടില്ല. ഇനി ഇത് ഇങ്ങോട്ട് വരുമ്പോൾ -9 ഇങ്ങോട്ട് വരുമ്പോൾ +9. അപ്പോൾ എന്ത് വരും? 2x - 3y 9 + 2 11 +11 സമം 0 എന്ന് കിട്ടും. 2x - 3y + 11 സമം 0. ഇതാണ് ഈ 2 പോയിന്റുകൾ യോജിപ്പിക്കുന്ന വരയുടെ സമവാക്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ രണ്ടാമത്തെ അതിൽ തന്നെയുള്ള ഒരു സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അതൊന്ന് ചെയ്യാം. അതിലെ സബ് ക്വസ്റ്റ്യനായിട്ട് വരുന്നത് xy എന്ന ബിന്ദു ഈ വരയിലാണെങ്കിൽ x +3 y +2 എന്ന ബിന്ദുവും ഈ വരയിൽ തന്നെയെന്ന് തെളിയിക്കുകയാണ്. xy പിന്നെ x +3 y +2 എന്നല്ലേ. y +2. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ സ്ലോപ്പ് കാണാം അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റുകളുടെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. എന്താണ്? y2 - y1 ബൈ x2 - x1. y2 എന്ന് പറഞ്ഞാൽ ഇതിൽ y +2 അല്ലേ. y +2 minus y by x +3 minus x.
ഇത് x1 ഇത് y1 ഇത് x2 ഇത് y2 അത് എടുക്കാം കേട്ടോ. അപ്പോൾ y ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ്, അപ്പോൾ ക്യാൻസലായി ബാക്കി ഇവിടെ എന്ത് കിട്ടും? 2 കിട്ടും അല്ലേ. അതായത് ഇതിന് കളയും. പിന്നെ ഒരു എക്സ് പ്ലസ് ഒരു -6 അപ്പോൾ പോയി 3 2/3. അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ സ്ലോപ്പും എന്താണ്? 2/3 ആണ്. ഇതും എന്താണ്? ഈ പോയിന്റുകളുടെ സ്ലോപ്പും എന്താണ്? 2/3 ആണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ ലൈനിലെ പോയിന്റുകളാണ് ഈ XYയും x+3യും y+2 എന്ന് കേട്ടോ. അപ്പോൾ അതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാട്ടോ? -1 1 2 7 2 7 ഇത് യോജിപ്പിക്കുന്ന വരയുടെ സമവാക്യം കാണാനുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യം ഇതിൽ 3-ൽ 1. ആദ്യം സ്ലോപ്പ് ആണ്. സ്ലോപ്പ് ഒരു ഇക്വേഷൻ ഓഫ് ലൈൻ കാണാൻ പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് സ്ലോപ്പ് കണ്ടുപിടിക്കുക എന്നാണ് അല്ലേ. അപ്പോൾ y2 - y1 7 - 1 ബൈ x2 - x1 2 - -1 അല്ലേ. 7 - 1 6 2 - -1 പറഞ്ഞാൽ 3 അല്ലേ. 6/3 നമുക്ക് എന്ത് കിട്ടും? സ്ലോപ്പ് 2 എന്ന് കിട്ടും. ഇത് നമുക്ക് ആദ്യത്തെ ആദ്യത്തെ പോയിന്റിലെ കോർഡിനേറ്റും XYയും തമ്മിലുള്ള സ്ലോപ്പ് ഒന്ന് കാണാം. -1 1 XY. ഇനി y - 1 y2 - y1 y - 1 ബൈ x -1. ഇവിടെയും y - 1 ബൈ x മൈനസ് എന്ന് പറയുമ്പോൾ 2 പ്ലസ് ആയിട്ട് മാറില്ലേ, +1. ഇനി നമ്മൾ ഈ സ്ലോപ്പിനെ ഇതിന് എഴുതി കൊടുക്കുക ഇവിടേക്ക് കേട്ടോ. സമം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ക്രോസ് ചെയ്യാൻ പോവാണേ. ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം. അപ്പോൾ y - 1 ഇതിന് താഴെ നമ്പറില്ല, അപ്പോൾ ഒന്നും എഴുതണ്ട. x+1 × 2. ഇനി y - 1 അതുപോലെ തന്നെ y - 1 = x × 2 2x പ്ലസ് 1 × 2 2. ഇതിനെ ആദ്യം നമ്മൾ 2x എടുക്കാൻ പോവാണേ. 2x പിന്നെ 2x എടുത്തു. ഇത് ഇവിടെ സൈൻ മാറ്റിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഈ വരുന്ന y ഇങ്ങോട്ട് എടുക്കുമ്പോൾ -y. പിന്നെ ഈ +2 അതുപോലെ തന്നെ എഴുതാം. +2 ഇത് -1 ആണ്, ഇങ്ങോട്ട് എടുക്കുമ്പോൾ +1. അപ്പോൾ ഇതിനെ മാറ്റി എഴുതുമ്പോൾ 2x - y 2 + 1 3 സമം 0 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്തായിട്ട് വരും? 2x - y + 3 സമം 0. അപ്പോൾ ഇത് ഇക്വേഷൻ ഓഫ് ലൈൻ കണ്ടുപിടിക്കാൻ നല്ല കുറച്ചുകൂടെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് എക്സാമിന് വരെ ചെയ്യണം. എല്ലാ എക്സാമിനും അധികമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് പഠിക്കുക കേട്ടോ. നമുക്ക് അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? x ആയി ഏത് സംഖ്യ എടുത്താലും x 2x + 3 എന്ന ബിന്ദു ഈ വരയിൽ തന്നെയാണെന്ന് തെളിയിക്കുക എന്നാണ്. x 2x + 3. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് x ഉണ്ട് 2x + 3 അല്ലേ. 2x + 3. അപ്പോൾ അത് XYയും ഇവ തമ്മിലുള്ള സ്ലോപ്പ് ഒന്ന് കണ്ടുപിടിക്കാം. XY x 2x + 3. അതായത് 2x + 3 y2 ആണല്ലേ. -y1 ഇതിൽ y1 y ബൈ x - x1 x തന്നെ.
എക്സ് മൈനസ് എക്സ് ഇവിടെ ഒന്നുമില്ല, പിന്നെ ബാക്കി 2x 3 മൈനസ് y എന്ന് കിട്ടും. പിന്നെ നമുക്ക് ഒന്ന് 2x y എന്നല്ലേ വരണ്ട, എക്സ് കഴിഞ്ഞാൽ y ഇങ്ങനെ മാറ്റി എഴുതാം അല്ലേ. 2x മൈനസ് y പ്ലസ് 3. കണ്ടോ, ആദ്യത്തെ ഇക്വേഷൻ തന്നെ നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്, ഇവിടുത്തെ ഇക്വേഷൻ തന്നെ നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പറയാൻ പറ്റും നമുക്ക് ഈ പോയിന്റ് ഏതിലെ, ഈ ബിന്ദു എന്തിലെ, ഈ പോയിന്റ് ഈ വരയിലാണ് എന്ന് പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് കണ്ടിട്ട് മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. താങ്ക് യു.